ആടും നജീബും തമ്മിലുള്ള ബന്ധം. പുസ്തകത്തിൽ ആടിനെ പോച്ചക്കാരി രമണി എന്ന് വിളിച്ചു അദ്ദേഹം ഈ ആടുമായിട്ട് സല്ലപിക്കുന്നു, അല്ലെങ്കിൽ അയാളുടെ കാമം അവളിലേക്ക് എത്തിക്കുന്നു. മോഹൻലാൽ, ശങ്കരാടി, EMS എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കി. അബദ്ധത്തിൽ ബെന്യാമിൻ പറഞ്ഞ ചില വാക്കുകളെ പിടിച്ചിട്ടായിരിക്കാം. ആടുജീവിതത്തിൽ നിന്ന് നമ്മളും മാറി വായിച്ചിട്ടുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇപ്പം മക്കയിലേക്കുള്ള റോഡ് ടു മക്ക എന്ന് പറയുന്ന പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. ഇബ്രാഹിം ഖാദിയുടെ കഥാപാത്രം ഉണ്ടല്ലോ, അതൊരു മിസ്റ്റീരിയസ് ആയി നിർത്തണമെന്ന് സാറിന് തോന്നിയില്ല? അടുത്ത സ്ക്രിപ്റ്റ് നിങ്ങൾ തന്നെ ചെയ്യുക. സാർ നൈസായിട്ട് പറഞ്ഞല്ലോ എൻ്റെ ഇഷ്ടമല്ലേ എന്ന്. ബ്ലസ്സി സാർ, ഈ മലയാളത്തിൽ അതിവേഗം 100 കോടി ക്ലബിലെത്തുന്ന സിനിമയായി ആടുജീവിതം. സാറിൻ്റെ അടുത്ത് നിന്ന് ആടുജീവിതം കുടഞ്ഞു കളഞ്ഞോ? ഇല്ല, ഇപ്പോഴും ഉണ്ട്. അതേ തീവ്രതയോടെ ഉണ്ടോ? തീർച്ചയായിട്ടും. എനിക്ക് ഈ സിനിമ റിലീസിന് ശേഷം ഞാൻ ഏറ്റവും അധികം എനിക്കൊരു സന്തോഷം തോന്നിയതെന്ന് പറഞ്ഞാൽ ഇത് സിനിമയായല്ലോ എന്നുള്ളതാണ്. ഇതിൻ്റെ ആദ്യ ദിവസത്തിലെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ ദൈവമേ ഇതൊരു സിനിമയായിട്ട് ആൾക്കാരിലേക്ക് എത്തിയല്ലോ, അങ്ങനൊരു ദിവസം ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയമായിരുന്നു എന്നും. അത് കഴിഞ്ഞു ആൾക്കാർ എനിക്ക് തോന്നുന്നു വളരെ ആവേശത്തോടുകൂടി കാണുന്നു. അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയും സാവകാശമാണ്. കാരണം ഇതിൻ്റെ മറ്റു പല കാര്യങ്ങളുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടുള്ള റിലീസിന് ശേഷം അതിൻ്റെ മാർക്കറ്റിങ്ങുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ആവുന്നത് കൊണ്ടായിരിക്കാം ഇപ്പോഴും അതിൻ്റെ ഒരു നിറവിൽ തന്നെയാണ് നിൽക്കുകയാണല്ലേ. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ അസോസിയേറ്റ് റോബിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇത് നേരത്തെ April 10 റിലീസ് ചെയ്യാനായിട്ടിരുന്നതാണ്. അത് പ്രിപ്പോൺ ചെയ്തിട്ടാണ് നമ്മളൊരു 2 വീക്സ് മുമ്പ്. ചിലപ്പോൾ അത് നമ്മൾ നേരത്തെ ആക്കിയില്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുമായിരിക്കും അല്ലേ. അവസാന നിമിഷം വരെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ. സാറ് സിനിമ ഇതൊരു കണ്ടില്ല അല്ലേ? തിയേറ്ററിൽ കണ്ടില്ല. ഇപ്പോൾ ഇത്രയും കാത്തിരിപ്പിനൊടുവിൽ ഈ പറഞ്ഞ പോലെ എല്ലാ ഭയത്തോടെ ഇത് ഇറങ്ങുമോ എന്നുള്ള ആ ചിന്തകളൊക്കെ ഉണ്ട്. അങ്ങനെ ഇറങ്ങിയൊരു സിനിമ ആദ്യം തിയേറ്ററിലേക്ക് ഓടിപ്പോയി കാണാൻ തോന്നിയില്ല? ഇല്ല, എനിക്ക് എൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്ക് ഈ ആദ്യ സിനിമ കാഴ്ചയുടെ അതേ മാനസികാവസ്ഥയിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഈ സിനിമയും കാണുന്നത്. കാരണം എനിക്ക് അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നത് ഒരു ആൾക്കാരുടെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ശബ്ദം കേട്ടാൽ ഞാൻ ചിലപ്പോൾ തകർന്നു പോകും. അപ്പോൾ എനിക്കത് ആൾക്കാരിൽ നിന്ന് അങ്ങനെ കേൾക്കുമ്പോൾ കേട്ടാലുണ്ടാകുന്ന ഒരു ഭയമുണ്ടല്ലോ. നമ്മൾ ഈ പരീക്ഷയ്ക്ക് റിസൾട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മുറിയിൽ അറിയുമ്പം കഥ അടച്ച് മുറിക്കുള്ളിൽ തനിച്ചാകുന്നു എന്നൊക്കെ പറയും. ഇങ്ങനത്തെ ഒരു രീതിയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അതൊരു എല്ലാ സിനിമയുടെയും പ്രാക്ടീസ് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇങ്ങനൊരു സിനിമയുടെ ഒരു പ്രൊഡക്ഷനും കൂടി ഇപ്പം എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ സാറല്ല പ്രൊഡ്യൂസ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും സാവകാശം എടുത്ത് ഇങ്ങനെ പെർഫെക്റ്റായിട്ട് ഈ സിനിമ ഇറങ്ങും തോന്നുന്നുണ്ടോ? ഞാനല്ല, ഇതിനൊരു കൃത്യമായ ഒരു സോ കോൾഡ് പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അയാൾ എന്നെ വെടിവെച്ച് വന്നേനെ. മിക്സ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബോംബെയിൽ ഇതിനെക്കുറിച്ച് ടെസ്റ്റ് നോക്കാനായിട്ട് നമ്മൾ കാണുന്ന സമയത്ത് പോലും നമ്മൾ വീണ്ടും കറക്ഷൻസ് ചെയ്യുക VFXൽ. അതിന് വീണ്ടും 2.5 ലക്ഷം 3 ലക്ഷം രൂപ വീണ്ടും ചിലവ് വരുമെന്നൊന്ന് പറയുമ്പോൾ അത് അല്ലെങ്കിൽ വേറൊരാളാണെങ്കിൽ അപ്പം വേറൊരാളുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ നമ്മളത് ഞാനാ പറയുന്നത് ചെയ്യാൻ. ഇപ്പോൾ 2015 ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് സാർ തുടങ്ങുന്നത്. അപ്പം അത് 2024 ഓഡിയൻസിലേക്കാണ് വരുന്നത്. അപ്പോൾ അന്നത്തെ ഓഡിയൻസ് ഒരുപാട് മാറി. അപ്പോൾ അതൊരു ചാലഞ്ചായിട്ടോ ആ ഒരു ചിന്ത ഉണ്ടായിരുന്നോ ഈ ഓഡിയൻസിലേക്ക് കൊടുക്കുമ്പം അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, മാറിക്കൊണ്ടേയിരിക്കണം, അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നോ? ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ചിന്തിച്ച രീതിയിലേക്ക് ഓഡിയൻസാണ് മാറിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ സിനിമയെക്കുറിച്ച് ഇതൊരു സിനിമയാക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒരുപാട് ഇതിൻ്റെ ആദ്യത്തെ പ്രോസസ്സ് അതാണ്. അപ്പം ഇതെങ്ങനെയാണ് ഒരു സ്ക്രിപ്റ്റാക്കുന്നത്, ഇതെങ്ങനെയാണ്. എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ഇതെങ്ങനെ ഒരു മനുഷ്യൻ തന്നിച്ചുള്ളൊരു യാത്ര ഇത്രയും എങ്ങനെ ഭയങ്കരമായിട്ട് ബോറടിക്കത്തില്ലേ, അല്ലെങ്കിൽ ആടുകളുമായിട്ട് സംസാരിക്കുന്നതൊക്കെ ഭയങ്കര സിനിമയായി കാണുമ്പം ഭയങ്കര വൃത്തികേടായിരിക്കത്തില്ലേ എന്നൊക്കെ പറയുന്ന ഒരുപാട് കമൻറ്റുകൾ. എന്താണ് നമുക്ക് പുതുതായിട്ട് പറയാൻ പറ്റുക പുസ്തകത്തിൽ നിന്ന്? അപ്പം ഇത് എന്താണ് എനിക്കായിട്ട് പറയാൻ പറ്റുന്നത്? കാരണം ഞാൻ വലിയൊരു എഴുത്തുകാരനല്ലെങ്കിൽ പോലും എൻ്റെ സിനിമകളൊക്കെ ഞാൻ തന്നെ എഴുതുന്ന ഒരാളാണ്.
അപ്പം വ്യത്യസ്തമായി എനിക്കെങ്ങനെ ഇതിനെ കാണാൻ പറ്റും? അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ ഇതിനെ സമീപിച്ചിട്ടൊരു കാര്യമില്ല. ഇതിൻ്റെ അകത്തെ എല്ലാ സീക്വൻസുകളും അല്ലെങ്കിൽ എടുക്കുന്ന സീക്വൻസുകൾ അതേപോലെ തന്നെ എഴുതി വെച്ച് ആണ് സിനിമ ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ ഒരാളുടെ ഈ എഫേർട്ടിൻ്റെ ആവശ്യമില്ല. ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതെങ്ങനെ ആയിരിക്കണം? അപ്പം നജീബ് ൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇപ്പം പുസ്തകത്തിൽ അദ്ദേഹം മണൽ വാരുന്ന തൊഴിലാളിയാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഭൂമിയുമായിട്ടും ജലവുമായിട്ടുള്ള ബന്ധം, പച്ചപ്പുമായിട്ടുള്ള ബന്ധം, മത്സ്യങ്ങളുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ ഇങ്ങനെ അയാളുടെ പ്രകൃതി, അയാളുടെ എൻവിയോൺമെൻറ്റുമായിട്ടുള്ളൊരു ബന്ധം, അയാളുടെ കുടുംബവുമായിട്ട്, ഭാര്യയുമായിട്ട്, പ്രണയം, സ്നേഹം, ഇങ്ങനെ അയൽക്കാരുമായിട്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ ഒരു മീൻകാരൻ അങ്ങോട്ട് എടാ നിനക്ക് നിൻ്റെ പൂതി മാറിയില്ലേടാ എന്ന് വിളിച്ച് ചോദിക്കുന്ന തരത്തിൽ ഉള്ളൊരു റിലേഷൻസ്, അടുപ്പമാണ് ഈ ചുറ്റുപാടും ഉള്ളവരോട്. അപ്പോൾ അയാളോട് തിരിച്ച് മറുപടി പറയുന്നു എന്നൊക്കെ പറയുന്ന പോലെയുള്ള ചില അങ്ങനെ വളരുന്ന ഒരു നജീബാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ കണ്ണിമാങ്ങ ഞാൻ അവസാനം വരെ സൂക്ഷിച്ചു വെച്ചേ. അപ്പം നമ്മളുടെ യാത്രകളിൽ അച്ചാറിൻ്റെ അപ്പം പലപ്പോഴും ഈ മണവും രുചിയുമൊക്കെ നമ്മളെ ആൾക്കാരുമായിട്ട് ബന്ധിപ്പിക്കും. ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്തിട്ടുള്ളതല്ല. ഞാൻ തന്മാത്രയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു ഇഞ്ചിക്കറി കൂട്ടിയാൽ അമ്മയെ ഓർത്ത് കണ്ണുനീര് വരുമെന്ന്. അത് എൻ്റെ ജീവിതത്തിലുള്ളൊരു കാര്യങ്ങളാണ്. അപ്പം പലപ്പോഴും നമുക്ക് മണം, രുചി, ഇതൊക്കെ നമ്മളുമായിട്ട് ഒരുപാട് അകന്നിരിക്കുമ്പോഴാണ് ചിലപ്പോൾ നാട്ടിൽ വെച്ച് നമ്മൾ നമ്മുടെ കൂട്ടുകാരോട്, നമുക്ക് ഇഷ്ടപ്പെട്ടവരോട് അത്രയധികം സ്നേഹം കാണിച്ചില്ലെങ്കിലും തനിച്ചാകുമ്പോഴാണ് ഇതിൻ്റെ ഓർമ്മകൾ കൂടുതലായിട്ട് വരുന്നത്. അതിനെക്കുറിച്ച് പുസ്തകത്തിൽ വളരെ ചെറുതായിട്ട് മാത്രമേ ഒരു ചാപ്റ്ററിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു വരി മാത്രമേ ഉള്ളൂ സൈനുവിനെ കുറിച്ച്. ഒരു ഒരു പാരഗ്രാഫ് മാത്രമേ ഉള്ളൂ സൈനുവിനെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി സൈനുവിനോടുള്ള സ്നേഹം, സൈനുവിൻ്റെ ഓർമ്മ എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഒരു കാൽപ്പനികത ഒക്കെ കൊണ്ട് നടക്കുന്ന ഒരു നജീബ്, അല്ലെങ്കിൽ സൈനുവിനും തിരിച്ചല്ലേ, അങ്ങനെ അതിനെ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് അയാൾക്ക് ഒരു പ്രത്യേക ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അയാൾക്ക് എങ്ങനെയും നാട്ടിലെത്തണം, ചത്താലും വേണ്ടില്ല എന്ന് പറയുന്നത്. ഈ ഡെസേർട്ട് ക്രോസിങ്ങിനെ കുറിച്ച് ഒരു പൂരക്കാഴ്ച കണ്ടു നടക്കുന്ന പോലെ എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെയാണ് ഞാൻ ഇത് പറയാത്തൊരു കാര്യമാണ്. ഡെസേർട്ട് ക്രോസിങ് ഒരു വെള്ളമില്ലാതെ മരുഭൂമിയിലൂടെ നടക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ പലതും വായിച്ചിട്ടുണ്ട്, എൻ്റെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അത്തരം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ആ സിനിമയെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഏറിയാണ്. അത് പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, പ്രേക്ഷകനോട്ട് അറിയത്തുമില്ല അതിനെക്കുറിച്ച്. അപ്പോൾ അത് പറയുന്നതിലാണ് എനിക്ക് ഏറ്റവും അന്ന് തോന്നിയത്. ഇപ്പം നേരത്തെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഓഡിയൻസിൻ്റെ മാറ്റം എന്ന് പറഞ്ഞാൽ ഈ മാറ്റം ഉൾക്കൊള്ളാൻ പറ്റുന്നു എന്ന് പറയുന്നത് 2015 ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതിയിരുന്നത് ഈ സീക്വൻസാണ്. ഇതിപ്പോൾ ആടുജീവിതം എന്ന് പറയുമ്പോൾ അതിലിങ്ങനെ വരുമായിരുന്നു. ഈ നജീബിൻ്റെ ആടുജീവിതത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മളെ കാണിച്ചു തരുന്നതിനൊക്കെ കൂടുതൽ കോൺസെൻട്രേഷൻ എനിക്ക് തോന്നുന്നു ഡെസേർട്ട് ക്രോസിംഗ് തന്നെയായിരുന്നു. അത് ബോധപൂർവമായിരുന്നോ? കാരണം ഇയാളവിടെ അനുഭവിക്കുന്നത് കൂടി നമുക്ക് കുറച്ചുകൂടി അനുഭവേദ്യമാകണം എന്ന് തോന്നിയിരുന്നു. ഇല്ല, ഇത് നമ്മളിപ്പോൾ ഒരു ചോദ്യം എന്നുള്ള രീതിയിൽ വളരെ കറക്റ്റാണ്. പക്ഷെങ്കിൽ അതിനുവേണ്ടി ഉണ്ടാകുന്നൊരു സമയം എന്ന് പറയുന്നത്, ഇപ്പോൾ ഏറ്റവും ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആടും നജീബും തമ്മിലുള്ള ബന്ധം. പുസ്തകത്തിൽ ആടിനെ പോച്ചക്കാരി രമണി എന്ന് വിളിച്ചു അദ്ദേഹം ഈ ആടുമായിട്ട് സല്ലപിക്കുന്നു, അല്ലെങ്കിൽ അയാളുടെ കാമം അവളിലേക്ക് എത്തിക്കുന്നു. മോഹൻലാൽ, ശങ്കരാടി, EMS എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിയേ. മോഹൻലാലിനോട് ആടാന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കും, ആൾക്കാർ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല. എന്തൊരു ഒരു അരോചകമായ ഒരവസ്ഥയായിരിക്കും. ഇതിനെ ഞാൻ കണ്ടിരിക്കുന്നത് ഈ ആടുമായിട്ടുള്ളൊരു ആത്മബന്ധത്തിനെ വളരെ സൂക്ഷ്മാംശമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നതാണ്
ഇയാൾ ഇടി കൊണ്ട് വീണ് കിടക്കുമ്പോൾ ആടുകൾ ചിതറിപ്പോയപ്പോൾ ഒരു കുഞ്ഞ് ആട് വന്നിട്ട് അയാളുടെ അടുത്ത് വന്ന് കരഞ്ഞുകൊണ്ട് ബാക്കി ആടുകളെ വിളിക്കുമ്പോഴും അത് തിരിച്ചറിഞ്ഞിട്ട് ആടിനെ കെട്ടിപ്പിടിക്കുന്നത്. അപ്പം ഇത് മറ്റൊരു തരത്തിലാണ് എനിക്ക് വർക്ക് ചെയ്യാൻ. അതിൻ്റെ അകത്ത് ഒരു മറ്റു ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും തമ്മിലുള്ളൊരു മാനസികമായ ഇഴയെടുപ്പം ഉണ്ടാകുന്ന തരത്തിലേക്ക് അതിനെ ഉയർത്തപ്പെടുവാനാണ് ഞാൻ ആഗ്രഹിച്ചത്. കാരണം ഇങ്ങനെ ഒരു ഈ പുസ്തകത്തിലെ പല അധ്യായങ്ങളിൽ ചിതറിക്കിടക്കുന്ന കാര്യങ്ങളെ കോർത്തിണക്കുക എന്ന് പറയുന്നൊരു ജോലിയുണ്ട്. ഇത് ഒറ്റയടിക്ക് ഒരു അധ്യായത്തിൻ്റെ ഇടയ്ക്ക് മാറി വായിച്ചു കഴിഞ്ഞാൽ ഇത് പലതായിട്ട് ഇരിക്കും. ഒരു അധ്യായം കഴിഞ്ഞു അടുത്ത അധ്യായത്തിൻ്റെ ചാപ്റ്റർ നമ്പർ ഇടുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് മറ്റേൻ്റെ കണ്ടിന്യൂറ്റി ആവശ്യമില്ലാതെ വരുന്നത്. അപ്പോൾ ഈ കണ്ടിന്യൂറ്റി നിലനിർത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ ഒരു നൂലിൽ കോർക്കണം. ആ നൂലിൽ കോർക്കുമ്പം ഇങ്ങനെ റിലാക്സ് ചെയ്ത് ആടുമായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് പിന്നെ അടുത്തത് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഇതിന് വളർച്ചയില്ല. എപ്പോഴും സിനിമയെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ സ്ക്രീൻ പ്ലേയെ സംബന്ധിച്ചിടത്തോളം ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് വളരുമ്പോഴാണ് നമുക്ക് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിലേക്ക് വളരുന്നത്. അപ്പോൾ ഇപ്പോൾ ഉണ്ടായ അനുഭവത്തിന് ഇപ്പം നമ്മൾ തമ്മിൽ ഒരു വഴക്കുണ്ടായെങ്കിൽ ഇതിൻ്റെ വേദനയും പ്രയാസവും നമ്മൾ ഒരാൾ മാറി നിൽക്കുമ്പോഴാണ് ഷമി മാറി നിന്ന് അങ്ങേരെ എന്നെ ചീത്ത വിളിച്ചു എന്ന് പറയുന്നതിൻ്റെ ഒരു വിഷമം കാണിക്കുന്ന ഒരു സീനിലായിരിക്കും ഇത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കൂടെ ആകുന്നതും എന്നോട് ദേഷ്യം തോന്നുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പം ഇത് നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ട് അടുത്ത വേറൊരു അപ്പുറത്തൊരു തമാശയാണ് എങ്കിൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്ക്രിപ്റ്റിനെ എനിക്ക് ഭയങ്കരമായിട്ടും എങ്ങനെയാണ് ഒരു ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ എന്നുള്ളതിനെ വെച്ച് കുട്ടികളുടെ അടുത്തൊക്കെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെയല്ല ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ഒരു വ്യക്തതയും ധാരണയും ഇല്ലാതെ സംസാരിക്കുന്നവർക്ക് നമ്മൾ ചെയ്യുന്ന ഒരു പാതകമല്ലേ ഇതൊന്നും അറിയാതെ അല്ലെങ്കിൽ അബദ്ധം പറ്റിയതാണെന്ന് വിചാരിച്ചുകൊണ്ട് പറയും. ഞാൻ എൻ്റെ അടുത്ത് ഇതിന് അഡാപ്റ്റഡ് സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഈ മാക്ബത്തിൻ്റെ വേറൊരു വേർഷനാണ് ത്രോൺ ഓഫ് ബ്ലഡ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രോസാവയുടെ ഒരു സിനിമ. അപ്പോൾ അതിൻ്റെ അകത്തെ ക്രോസാവയുടെ ലേഡി മാക്ബത്ത് എന്ന് പറഞ്ഞത് പ്രഗ്നൻ്റ് ആണ്. പക്ഷേങ്കിൽ ഷേക്സ്പിയറുടെ അവർ പ്രഗ്നൻ്റ് അല്ല. അത്രയും വരെ വ്യത്യാസമാണ് ഷേക്സ്പിയറിനോട് ചെയ്തിട്ടുള്ളത്. അപ്പം പിന്നെ ഞാൻ ഇത്രയൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇതിൽ എനിക്ക് തോന്നിയ ഒരു ചെറിയൊരു ഇതെന്താ വെച്ചാൽ, ഇപ്പം സൈനു പ്രഗ്നൻ്റ് ആണ് ഇയാൾ പോകുമ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും എവിടെയെങ്കിലും ആ കുഞ്ഞിനെ ഓർക്കുക എന്നുള്ളത് നമ്മളിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യും. പക്ഷെ അത് നമ്മൾ കണ്ടില്ല. ഇപ്പോൾ പുസ്തകത്തിലുണ്ട്, ഓക്കെ, പുസ്തകത്തിലുള്ളത് എടുക്കുന്നതിന് മാറ്റി നിർത്തിയാലും സിനിമയിലാണെങ്കിൽ പോലും ആ ഒരു ഇമോഷണൽ കണക്റ്റ് ആ കുട്ടിയിലേക്കൊക്കെ ചിലപ്പോൾ പോയി ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമായിരുന്നു. കാരണം ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു ഡ്രാഫ്റ്റിൽ ഈ നബീലുണ്ടായിരുന്നു. ഓക്കെ. ഈവൻ ദോ ഞാൻ അവിടെ ആദ്യത്തെ ഒരു ഷെഡ്യൂളിൽ എനിക്ക് അവിടെ ഒരു ആട് പ്രസവിക്കുന്നതും അതിനെ എടുക്കുന്നത് ഇത് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ നബീലിൻ്റെ ആട്ടുകുഞ്ഞുണ്ടാകുന്നതും ഒക്കെ ഞാൻ അത് ഷൂട്ട് ചെയ്തിട്ടുള്ള ഫുട്ടേജ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ പിന്നീട് വരുമ്പം നമുക്കൊരു തമ്മിലുള്ള ഒരു റിലേഷൻ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്? നബീലെന്ന് ഇപ്പം ആ ഒരു കുഞ്ഞാടിനെ എനിക്ക് ഹഗ് അയാളെ കെട്ടിപ്പിടിക്കുന്നതോടുകൂടി നബീലെന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ എനിക്ക് കരയാം. പക്ഷെ അതുകൊണ്ട് മാത്രം അത് വർക്കാകത്തില്ല. പിന്നീട് ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആണ്. ഈ നബീലിനെ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആദ്യത്തെ ഇതിൽ ഇയാൾ പുസ്തകത്തിലെ പോലെ ഓടി രക്ഷപ്പെടാൻ പോകുമ്പോൾ പുറകിലൂടെ ഈ കുഞ്ഞാട് ഓടി വരുന്നതും ആടിന് വെടിയുള്ളൂ, ഇതൊക്കെ ഉണ്ട് സംഭവം. അപ്പം ഇത്രയും കാര്യം ഞാൻ ചിത്രീകരിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും അവിടെ ജോർദാനിൽ നിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, അതായത് കുറേ ആൾക്കാർ VFX ആടിനെ ക്രിയേറ്റ് ചെയ്യാൻ, പക്ഷെ അതിലുണ്ടാകുന്നതെന്ന് വെച്ചാൽ ഒരു മോശമായ ഒരു ഷോട്ട് ഉണ്ടാക്കിയിട്ട് അയ്യോ അത് VFXൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം പിന്നീടാണ് ചിന്തിച്ചത്. പിന്നെ സിനിമയുടെ ലെങ്ത് ഭയങ്കര ഇപ്പം തന്നെ വലിയൊരു ലെങ്തിലേക്ക് മാറി. അപ്പം ഈ നബീലിനെ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ എനിക്കൊരു 10 മിനിറ്റെങ്കിലും വേണ്ടി വരും. അല്ലെങ്കിൽ അത് ആദ്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം എഴുതി വെച്ചിരുന്നത് തന്നെ ഈ സിനിമയുടെ ആദ്യത്തെ ഫ്രെയിം തന്നെ ഒരു ക്രൈസ്റ്റിനെ പോലൊരു ചെറിയ ഒരു ആട്ടിൻകുട്ടിയുമായിട്ട് ഇങ്ങനെ കയറി വരുന്ന ഇതായിരുന്നു ഞാൻ എഴുതി വെച്ചിട്ടുള്ള സ്ക്രിപ്റ്റിൽ ആദ്യത്തെ ഇതിൽ. പക്ഷേ അത് പിന്നീട് നമ്മൾ ഈ ഒരു ഡ്യൂറേഷൻ്റെ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് അത് ഒഴിവാക്കിയതാണ്. അതിൽ
പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ വീണ് കിടക്കുമ്പോൾ ടാങ്ക് നിറഞ്ഞ് വെള്ളം വീണിട്ട് നാട്ടിലെ പുഴയിലേക്ക് ആ ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, അത് എഡിറ്റിലുണ്ടായതാണോ അല്ലെങ്കിൽ സാർ എഴുതുമ്പോൾ തന്നെയാണോ? സ്ക്രിപ്റ്റിലുള്ളതാണ്. ആണല്ലേ? ഓക്കെ. അപ്പം എനിക്കൊരു ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ ഞാൻ ഈ അത് ഇത് ഈ ആദ്യമല്ല എൻ്റെ സിനിമകളിൽ അങ്ങനെ പ്രണയത്തിൽ ഒരു ബട്ടർഫ്ലൈ വന്ന് കയറുന്നുണ്ട്. ഈ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് അപ്പം ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ പഠിക്കുമല്ലോ, നമ്മുടെ ഈ ടൂൾസ് എന്തൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്നതെന്നൊക്കെ. പിന്നീട് ഇവരുടെ ഒരു വലിയൊരു മക്കളുമായിട്ട് വഴക്കുണ്ടാക്കി കിടക്കുമ്പോഴും അവരെ ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുവന്ന ഈ ബട്ടർഫ്ലൈ ആണ്. അപ്പം എന്ന് പറഞ്ഞ പോലെ നമ്മളിത് അങ്ങനെ ഒരു വീണ് കിടക്കുമ്പോൾ ഈ വെള്ളം ഒഴുകുന്നു എന്ന് പറയുന്ന ഒരു സമയത്തേക്ക് നമ്മളിതിലും ഒഴുകി ഇങ്ങനെ ചാല് കീറി ഇങ്ങനെ വന്നിട്ട് അതിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് അങ്ങനെ അത് തന്നെ അങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്ത് എടുത്തിട്ട് നമ്മളത് മിക്സ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ്. ഈ ട്രാൻസിഷൻസ് അല്ല, അതിലൊന്നും വലിയൊരു VFX വർക്ക് അല്ലല്ലോ. VFX ഇല്ല ആക്ച്വലി. അതിൻ്റെ വളരെ ചെറിയ രീതിയിലുള്ള ചില ഡിസോൾവ്സ് കാര്യം അങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്ത് അവിടെ ഒരു ഇതിൽ ഒരു ചാല് കീറുന്നത് അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ അങ്ങനെ ഒഴുകാനായിട്ടുള്ള വെള്ളത്തിനെ അങ്ങനെ ക്രമീകരിച്ചൊക്കെ ചെയ്തുള്ളൊരു വർക്കാണ്. ഓക്കെ. പിന്നെ ഇവിടുത്തെ ഒരു വരണ്ട ഭൂപ്രദേശമാണല്ലോ, ആ വരൾച്ചയിൽ നിന്ന് നേരെ ഓപ്പോസിറ്റാണ് നാട്ടിലെ പച്ചപ്പും നനവും ഒക്കെ. അത് നമ്മൾ ആ തിയേറ്ററിൽ നിന്ന് സിനിമ കാണുമ്പോൾ നമ്മുടെ നാട് ഇത്രയും സമൃദ്ധമാണോ എന്നുള്ളൊരു ആ ഒരു പ്രൗഡും കൂടി നമുക്ക് അതിൽ തോന്നുന്നുണ്ട്. അതുപോലെ സാർ ഇപ്പം ഈ സിനിമ എഴുതുമ്പം ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഓക്കെ ഇനി നമ്മൾ സർവൈവലിലേക്ക് കടന്നു, അവിടെ എങ്ങനെയാണ് അത് സ്ക്രിപ്റ്റ് എഴുതുകയെന്ന്. അതായത് സ്ക്രീൻ പ്ലേ എങ്ങനെ എഴുതും, അതായത് നടന്നു പോകുന്നു, ഇടയ്ക്കൊന്ന് വീഴുന്നു, മുറിവുണ്ട്, ആ ഒരു ലെങ്തി സാധനമാണത്. പക്ഷെ അതിൻ്റെ ഒരു ചാലഞ്ച് എന്തായിരുന്നു എഴുത്തിൽ? അത് തന്നെയായിരുന്നോ ചാലഞ്ചും? തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് പ്രത്യേകിച്ച് ഡെസേർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 2-3 സീൻ കഴിയുമ്പോൾ മടുക്കും. കാരണം ഡെസേർട്ടിൻ്റെ ഒരു ഫ്ലാറ്റ് ലൈറ്റിൽ ആണെങ്കിൽ ഡെപ്ത് പോലും നമുക്ക് തോന്നത്തില്ല. കാരണം ഈ ഡ്യൂൺസൊക്കെ അങ്ങ് കവറായിപ്പോവും. ഒറ്റ രീതിയിൽ കടൽ പോലെ പരന്ന് കിടക്കുന്ന പോലെയാണ് ഉണ്ടാകുന്നത്. അപ്പം അതിനെ എങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് എന്നുവെച്ചാൽ ആൾക്കാർക്ക് മുഷിപ്പും മടുപ്പും ഉണ്ടാക്കാവുന്നതാണ് സീക്വൻസ് എന്നുള്ളത് എഴുതുമ്പം തന്നെ നമുക്കറിയാമായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് ശ്രീ രമേശ് ചെന്നിത്തല എന്നെ എപ്പോഴും കാണുമ്പം ചോദിക്കും, ബ്ലസ്സി ഇത് എങ്ങനെ സിനിമയാക്കും, ഇത് വായിക്കുമ്പോൾ തന്നെ ഭയങ്കര പ്രയാസമാണല്ലോ, പിന്നെ എങ്ങനെയാണ് സിനിമ കാണുമ്പോൾ ഒരാൾ തന്നെ ഇങ്ങനെ നടക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഇത് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയുന്നു. അപ്പം സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആ മാജിക്ക് പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഇത് വളരെ ആദ്യഘട്ടത്തിൽ തന്നെ എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പം ഞാൻ നിശബ്ദനായി അതിന് മറുപടി പറയാതിരുന്നു. കാരണം വർക്കായെങ്കിലല്ലേ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുള്ളൂ, വർക്കാകാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം വർക്കായി എന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോഴും അതിനെക്കുറിച്ച് ഓപ്പൺ അപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു ചലനം മൂവിങ് ആയിരിക്കണമെന്നുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അതാണ്. പിന്നെ ഒരു ഘട്ടത്തിൽ കുറച്ച് ഡ്രാഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മ്യൂസിക് അങ്ങനെ എടുത്ത് വലിക്കുന്നത്. കാരണം ആ ഒരു ചിലർ ചോദിച്ചു, ഇടയ്ക്ക് ഡ്രാഗ് ചെയ്യണം, ഇത്രയും യാത്ര ചെയ്യുമ്പോൾ കുറച്ച് നമുക്ക് ഒരു മടുപ്പുണ്ടാകണം. അപ്പോഴാണ് നെക്സ്റ്റ് ഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്ക് വീണ്ടും ആ ശബ്ദം കേട്ട് ഓടുമ്പോഴത്തേക്ക് അതിൽ നിന്ന് നമുക്ക് എളുത്തിയുള്ളൂ. അപ്പം ഇതൊരു സൈക്കോളജി ഇതിനകത്തെല്ലാം വർക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് മൊണോട്ടണസ് ആവാതിരിക്കാൻ, ഡ്രാഗ് ചെയ്യണം, ഓക്കെ മൊണോട്ടണസ് ആവാതിരിക്കാൻ വേണ്ടി അത് ബ്രേക്ക് ചെയ്യാന്നുള്ള സാധനം കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അതിനിപ്പോൾ ഇവിടെ തന്നെ ആ മിറാഷ് മറ്റേ വെള്ളം കാണുന്നതിൻ്റെ ആ ഒരു ഹാലുസിനേറ്റ് ചെയ്യുന്നുണ്ട്, മറ്റേ നഗരം കാണുന്ന പോലെ ബിൽഡിങ്സ് കാണുന്ന പോലെ ഹാലുസിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ ഒതുക്കിയതാണോ കൂടുതൽ കൊടുക്കേണ്ട? നമ്മളിപ്പം വെള്ളം കാണുന്നത് എന്ന് പറയുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ക്യാമൽ ഇങ്ങനെ വെള്ളം കിട്ടാതെ ചത്ത് കിടക്കുന്നു എന്ന് പറയുന്ന സാധനം മുസാഫിറിൻ്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഇങ്ങനെ ഡെസേർട്ടിനെ കുറിച്ചുള്ള പുള്ളിയുടെ ഒരു പുസ്തകത്തിൽ ഇങ്ങനൊരു ഫോട്ടോ ഉണ്ട്. അത് കാണുമ്പോഴാണ് എനിക്കത് അങ്ങനൊരു സീനിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ ആടുജീവിതത്തിൽ നിന്ന് നമ്മളും മാറി വായിച്ചിട്ടുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇപ്പം ഈ മക്കയിലേക്കുള്ള റോഡ് ടു മക്ക എന്ന് പറയുന്ന പുസ്തകം, കാരശ്ശേരി മാഷയുടെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്, ട്രാൻസ്ലേഷൻ വായിച്ചിട്ടുണ്ട്. തെസിഗറിൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ട്. അപ്പം ഡെസേർട്ടിനെ കുറിച്ച് ഒരുവിധപ്പെട്ട
കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചത്. അപ്പം അതല്ല ആരുടെയും പുതിയ അതിൻ്റെ അകത്തെ പോർഷൻസ് ഇതിൻ്റെ അകത്തുണ്ടെന്ന് കോപ്പി പറയുന്ന അടിച്ചു എന്നുള്ളതല്ല. കണ്ടുപിടുത്തം ഇതൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്ത് ഡെസേർട്ടിൽ അല്ലാതെ ഞാനങ്ങനെ പോയി ഡെസേർട്ടിൽ ജീവിച്ചു എനിക്ക് അറിയാൻ പറ്റുമോ? ഡെസേർട്ടിൽ അനുഭവിച്ച ആൾക്കാരുടെ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ സംശീകരിക്കുന്നത്. ബെന്യാമിൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഒരു കുറ്റമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കറിയില്ലല്ലോ മരുഭൂമിയുടെ സ്വഭാവം എന്താണെന്നും. അതറിയാനുണ്ടല്ലോ. ഇപ്പം അതിനകത്ത് വന്നേക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതറിയാൻ ആ എഫേർട്ട് അത് സാറിന് എത്രത്തോളം കാലം വേണ്ടി വന്നു? ഈ വായനയിലുപരി വേറെ എന്തൊക്കെയായിരുന്നു? ഞാൻ സൗദി തന്നെ ഞാൻ പോയിട്ടുണ്ട്. സൗദിയിൽ വളരെ രഹസ്യമായിട്ട് ഇതിൻ്റെ ഒരു പരിപാടിക്ക് അന്നൊക്കെ ഇത് ഭയങ്കരമായിട്ടും ആൾക്കാർ അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഇത് ബാൻ ചെയ്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മളെ പേടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വളരെ രഹസ്യമായിട്ട് ഞാൻ സൗദിയിൽ പോയി ഞാൻ അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രോപ്പർട്ടീസ് എല്ലാം ഞാൻ തനിച്ച് മാർക്കറ്റിൽ പോയി വാങ്ങിച്ച മസറയുടെ ആ ടെൻ്റ്, തുകൽ, വെള്ളത്തിൻ്റെ ബാഗ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ പാത്രങ്ങൾ, കാര്യങ്ങൾ, ഈവൻ അദ്ദേഹം ഇട്ടിരിക്കുന്ന മോതിരങ്ങൾ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതൊരു പിന്നെ ഒരുപാട് മസറകൾ ഞാൻ പോയി കണ്ടിരുന്നു. അപ്പോഴാണ് അവരുടെ ഇതിനകത്ത് തന്നെ ചെറിയൊരു ഒരു ഒരു ചെറിയൊരു ഫയർ പ്ലേസ് ഉണ്ടെന്നും അവിടെ ഇവർ ചായ ഉണ്ടാക്കുന്ന കാര്യങ്ങളും കുബൂസ്. അപ്പോൾ ഇതൊന്നും പുസ്തകത്തിൽ ഉള്ളൊരു സ്റ്റഡിയല്ല. പുസ്തകത്തിൽ പുറത്തുനിന്ന് കുബൂസ് പാക്കറ്റായിട്ട് കൊണ്ടുവരുന്നു എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഈ ബദുക്കളുടെ ഒരു ഹിസ്റ്ററി അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയും ബദുക്കൾ ഇങ്ങനെ ആഹാരം ഉണ്ടാക്കി കഴിക്കുകയാണ്. ഇങ്ങനെ കുബൂസ്, അവരുടെ കുബൂസാണ് നമ്മളത് കാണിച്ചത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഇത് ചെയ്ത് അവിടെ അയാൾ പാടുന്ന പാട്ടുകളും ഒക്കെ അത്തരം റിസർച്ചിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഒരിക്കലും മസ്കറ്റിൽ ഞാൻ വളരെ ഇൻറ്റീരിയർ ഞാൻ സഞ്ചരിച്ചപ്പോൾ എൻ്റെ വണ്ടി ഓടിച്ചിരുന്ന ആൾ ഒരുപാട് ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഒരു ചെറിയൊരു ഇതുപോലെ എന്തിനാ ഇവിടെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഒരു മസ്ര അവിടെ ഒരു 5-8 പേര് താമസിക്കുന്ന ഫാമിലി കേട്ട്. അപ്പോൾ അയാൾ പറഞ്ഞു അയാളുടെ ജ്യേഷ്ഠ സഹോദരനാണ് അവിടെ താമസിക്കുന്നത്. ഞങ്ങളവിടെ ചെന്നു, അവരോടൊപ്പം ഉച്ച സമയത്ത് ഇപ്പം എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഞാൻ തിരിച്ച് മടങ്ങുമ്പം ഞാൻ ചോദിച്ചു, നിങ്ങളെന്തിനാ ഇത്ര ഉള്ളിലോട്ട് വന്ന് ഇങ്ങനെ താമസിക്കുന്നത്? എനിക്കൊരു വെള്ളം കിട്ടണമെങ്കിൽ പോലും വെള്ളം ഇവിടുന്ന് കൊണ്ടുവന്ന് ഇത് ചെയ്യണം. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഇതാണ് ഞങ്ങൾ, ഇങ്ങനെയാണ് നമ്മൾ തലമുറകളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതല്ലാതുള്ളൊരു ലൈഫിനെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ പവറും അത് തന്നെയാണ്. ഇത്രയും ഇതായിട്ടുള്ള പ്രകൃതിക്ക് അവിടെ ഇത് ചെയ്ത് ജീവിക്കുന്നു. അപ്പം വെള്ളം നമ്മൾ ഉപയോഗിക്കുന്ന അത്രയും വെള്ളം അവർക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്ത്. നമ്മളുടെ ധാരാളിത്തം വെള്ളത്തിനെക്കുറിച്ച് നമ്മൾ പറയുമെങ്കിൽ പോലും. അപ്പം അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ശരിയാണല്ലോ, നമ്മുടെ ഈ കാടുകളിലും വനപ്രദേശങ്ങളിലും ഒക്കെ ആദിവാസി ഗോത്രവർഗ്ഗക്കാരൊക്കെ താമസിക്കുമ്പോൾ നമുക്ക് അവരെ കൊണ്ടുവന്ന് ടൗൺഷിപ്പിലോട്ട് മാറ്റാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. അങ്ങനെയാണ് ഒരു ഇതിൻ്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത്. അങ്ങനെ അപ്പോൾ അവിടെ ആടുജീവിതം നയിക്കുന്നവരെ സാർ നേരിട്ട് കണ്ടു? അത് ഒരുപാട് ഇപ്പം ഖത്തറിൽ കണ്ടിരുന്നു. ഈ കാഹുർച്ച് എന്നൊക്കെ പറയുന്ന ശബ്ദങ്ങളൊക്കെ അവിടുന്ന് പഠിച്ചാ. അപ്പോൾ അവർക്കൊരു മടുപ്പില്ല അല്ലേ? നമുക്ക് മടുപ്പുണ്ടോ ജീവിതത്തിന്? അവരുടെ ജീവിതം അതാണല്ലോ അല്ലേ? അതെ, അവർ കാണുന്നതും അവരുടെ സ്പേസും എല്ലാം അതല്ലേ. പലപ്പോഴും ഈ പ്രകൃതി ഉണ്ടാകുന്ന ഒരു താളമുണ്ട്. അത് എനിക്ക് ഈ കാഴ്ച ചെയ്തപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ കുട്ടനാട്ടിൽ ഇപ്പം അത് മാറിയിട്ടുണ്ട്. ഇപ്പം ഒരുപാട് ബ്രിഡ്ജുകളൊക്കെ വന്നു, കാര്യങ്ങൾ. കുട്ടനാട്ടിൽ ഇപ്പം ഞാൻ കഞ്ഞിപ്പാട എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ അവിടുന്ന് ഒരു ചെറിയൊരു വഞ്ചിയിൽ ഇവർ വന്ന് നടന്ന് ആലപ്പുഴ വരെ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു അര ദിവസം അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറിൻ്റെങ്കിലും പരിപാടിയാണ് ആലപ്പുഴ എത്തണമെങ്കിൽ. 2 അതിൽ കൂടുതൽ. അപ്പോൾ ഇവർക്ക് അങ്ങനെ ഒരു പെട്ടെന്നൊരു തീരുമാനമൊന്നും എടുക്കാൻ പറ്റത്തില്ല. എന്നാൽ അങ്ങോട്ട് പോയേക്കാമെന്ന് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ എന്നാൽ ഇപ്പോൾ ഫ്രീ ആണ്, എന്നാൽ പോയി ഒരു സിനിമ കാണാമെന്നൊന്നും വിചാരിക്കാൻ പറ്റത്തില്ല. ഇവരുടെ ഒരു റൊട്ടീൻ അതിൻ്റെ ഒരു താളമാണ്. അതുകൊണ്ട് ആ താളം എല്ലാം അവരുടെ ജീവിതത്തിന് ആ താളം ഉണ്ടാവും. പക്ഷെ നമുക്കങ്ങനെയല്ല. നമുക്കിപ്പം ശരി ഇപ്പം പോയേക്കാം, ചെന്നൈക്ക് പോകണം. ഇപ്പം റഹ്മാൻ സാറൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഭയങ്കര രസകരമായിട്ടൊരു ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ ഇതാരാ പാട്ട് എഴുതുന്നവരാ റഫീഖ് അഹമ്മദ്.
അദ്ദേഹത്തിൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാനും ഇദ്ദേഹമായിട്ട് അധികം കമ്മ്യൂണിക്കേഷൻ കൂടുതലായിട്ട് നടക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, സാർ എന്ന് വരണം, നാളെ വരണോ മറ്റന്നാൾ വരണം? അല്ല ഇപ്പോൾ വരാൻ എന്ന് വെച്ചാൽ ഒരു ഈവനിങ്ങിലാണ് പറയുന്നത്. ഞാൻ ഇപ്പോൾ വരാൻ പുള്ളി അല്ല ഇപ്പോൾ നൈറ്റ് ഫ്ലൈറ്റിൽ അതിന് കയറി വരാം. ഞാൻ പുള്ളി ഗുരുവായൂരാണ് താമസിക്കുക. എന്താ ഗുരുവായൂരിന് കൊച്ചി വരെ വന്നാൽ പോരെ എന്ന് പറയുന്നത്. അങ്ങനെയായി നമ്മുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കേട്ടോ. അദ്ദേഹം രാത്രി ജോലി ചെയ്യുകയും പകൽ കിടന്നുറങ്ങുകയും ചെയ്യുന്നൊരു മനുഷ്യനാണ്. അപ്പം പുള്ളി അങ്ങനെ നോക്കത്തില്ല. എന്നുവെച്ചാൽ പുള്ളിക്ക് അത് മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ പുള്ളി അതൊരു ഇപ്പം പുള്ളി ഞാൻ കണ്ടിട്ടുണ്ട്. ചിന്മയി ഇങ്ങനെ അവിടെ സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഒരു സ്വെറ്ററൊക്കെ ഇട്ട് ഒരു കൊച്ച് ഇങ്ങനെ സോഫയിൽ ഇങ്ങനെ ചുരുണ്ട് കിടന്ന് ഉറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനത് മൈൻഡ് ചെയ്തില്ല. ഞാനും ഇത് രാത്രിയിലാണല്ലോ അവിടുത്തെ വർക്കൊക്കെ. കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ കൂടെ വന്ന് ആലോചിച്ചു, ചേട്ടാ ഇതാരാന്നറിയാമോ? എനിക്കറിയത്തില്ല. ഇതാണ് ചിന്മയി എന്ന് പറഞ്ഞ പാട്ടുകാരി, ദൈവം തന്ന ആ പാട്ടൊക്കെ പാടിയ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം പുള്ളി അങ്ങനെയാണ് എന്നെ ട്രീറ്റ് ചെയ്യുന്നത്. അവരും അങ്ങനെ തന്നെയാണ് അതിനെ കാണുന്നത്. ഇപ്പം ചിന്മയുടെ ഒക്കെ വോയിസ് ഉപയോഗിക്കുക എന്നുള്ളത് റഹ്മാൻ സാറിൻ്റെ തന്നെ തീരുമാനമായിരുന്നു അതോ? അതെ, ചിന്മയുടെ വോയിസ് റഹ്മാൻ സാറിൻ്റെ ഒരു തീരുമാനമായിരുന്നു. കാരണം ചിന്മയി പാടിയ ഒരു ഹമ്മിൽ നിന്നാണ് ഞാൻ ഈ പാട്ട് എടുക്കുന്നത്. കുറേ പാട്ടുകൾ ആദ്യം തന്നെ ഞാനിങ്ങനെയാണൊരു നാട്ടിലെ അവരുടെ ലൈഫിൻ്റെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തപ്പം എനിക്കൊരു 3-4 പാട്ട് തന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈ തുടക്കമായതുകൊണ്ട് തന്നെ ഇദ്ദേഹം എങ്ങനെയൊക്കെയാണ് പ്രതികരിക്കുന്നതെന്നൊന്നും നമുക്ക് അത്ര തിട്ടവുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാനൊക്കെ പല ആവർത്തി കേട്ടു. അപ്പം എല്ലാം കൂടുതൽ കുറച്ചുകൂടെ ഒരു വേറെ ഒരു ടെമ്പോയിലുള്ള പാട്ടുകളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിലാണ് ഒരു ചെറിയൊരു ഒരു മൂളക്കം പോലെ ഒരു ഹമ്മിങ് എനിക്ക് കേൾക്കുന്നത്. അതാണ് ഞാൻ സെലക്ട് ചെയ്തത്. പുള്ളിക്ക് വലിയ അതിശയമായിപ്പോയി. എന്തായത് ഞാൻ പറഞ്ഞു, എനിക്കൊരു ഓർമ്മയിൽ വരുന്നത് തനിച്ചാകുമ്പോൾ ഒരു പെണ്ണിൻ്റെ ശബ്ദമായിരിക്കും, നെഞ്ചോട് ചേർത്ത് വെക്കുന്ന തൻ്റെ പെണ്ണിൻ്റെ ഒരു മൂളക്കമായിരിക്കും ആ പാട്ടെന്ന്. അപ്പം പുള്ളിക്ക് അത് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ തന്നെ അവരെ വിളിച്ച് അതിൻ്റെ ഹമ്മിങ് പാടിക്കുകയൊക്കെ ആയിരുന്നു ബാക്കി. അപ്പം അങ്ങനെയാണ്. വിജയ് പിന്നെ വന്നതാണ്. വിജയ്ക്ക് പകരം വേറെ ആളായിരുന്നു പാടിയിരുന്നത്. അപ്പം എനിക്കത് അത്ര വർക്കൗട്ടായില്ല, അങ്ങനെ മാറ്റിയതാണ്. ഇബ്രാഹിം ഖാദറിയുടെ കഥാപാത്രം ഉണ്ടല്ലോ, അതൊരു മിസ്റ്റീരിയസ് ആയി നിർത്തണമെന്ന് സാറിന് തോന്നിയില്ല? അതൊരു ഓരോരുത്തർക്കും ഓരോ രീതിയിൽ വേണമെങ്കിൽ ചിന്തിക്കാം. അതിനെ ഇനിയും കൂടുതൽ വേണമെങ്കിൽ വളർത്താൻ പറ്റും. ഈ അടുത്ത സമയത്ത് സിനിമ കണ്ടിട്ട് ഒരാൾ പറഞ്ഞു, ഈ ജയിലിൽ ഈ ഖാദിരിയെ തൂക്കാൻ കൊണ്ടുപോകുന്നത് കാണുകയും കുറേ ആൾക്കാർ തൂക്കാനായിട്ട് കൊണ്ടുപോവുകയും അവിടെ നോക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഖാദിരി ഉണ്ടെന്നും അയാൾ തിരിഞ്ഞു നോക്കി ചിരിക്കുന്നതും കൂടെ കാണിക്കാമായിരുന്നു. ഞാൻ പറഞ്ഞ അടുത്ത സ്ക്രിപ്റ്റ് നിങ്ങൾ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പം എന്ന് പറഞ്ഞ പോലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നൈസായിട്ട് പറഞ്ഞല്ലോ എൻ്റെ ഇഷ്ടമല്ലേന്ന്. അല്ലല്ല, നമ്മൾ അങ്ങനെയല്ലല്ലോ, പുള്ളിയുടെ ഒരു തോട്ട്. അപ്പം അത്ര ഇൻവോൾവ് ആവുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ അത് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം അവർ കാണിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെ മോശമായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. അതൊരു പുസ്തകത്തിൽ ഇങ്ങനെ തന്നെയാണ് ശരിക്കും ഉള്ളത്. പക്ഷെങ്കിൽ പുസ്തകത്തിൽ വളരെ വെരി ബിഗിനിങ്ങിലാണ് ഈ ഫോട്ടോ കാണുന്നത്. പക്ഷെ അപ്പോൾ ആൾക്കാർക്ക് കിട്ടില്ല പിന്നീട് ഇയാളെക്കുറിച്ച്. സിനിമയിൽ തിരിച്ചായതുകൊണ്ടാണ് നമുക്ക് അത്തരത്തിലുള്ള ഒരു ഇത് കിട്ടാനുള്ള ഇതായിട്ടുള്ളത്. ഇപ്പം ബെന്യാമിൻ സാർ തന്നെ പറഞ്ഞു, സാറായിരിക്കും ഏറ്റവും കൂടുതൽ തവണ ആടുജീവിതം വായിച്ചതെന്ന്. അപ്പം ഈ എഴുത്ത് ഘട്ടത്തിലൊക്കെ ഇടയ്ക്ക് സ്റ്റക്കാകുമ്പോൾ പിന്നെ തിരിച്ചു പോയി വായിക്കുക അങ്ങനെ ഉണ്ടായിരുന്നോ? അതോ? ഇല്ല, ഞാൻ ആദ്യം തന്നെ നമ്മൾ ഈ തീസിസൊക്കെ ചെയ്യുമ്പം ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ തൊട്ട് നോട്ട്സ് ഇതിൻ്റെ അകത്ത് മുഖ്യമായ ആദ്യ 1-2 വായനകളിൽ മുഖ്യമായ ലൈനുകളൊക്കെ ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് പോവുകയും പിന്നെ ഇതെല്ലാം ഞാൻ നോട്ട് ചെയ്ത് വേറെ സെപ്പറേറ്റായിട്ട് വർക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കണമല്ലോ. ഇതിപ്പം ആദ്യത്തെ 2 മാസത്തിനുള്ളിൽ നടന്നതും പിന്നീട് നടന്നതും ഒക്കെ ആയിട്ടുള്ളൊരു കാലം ഇതിനെ ഇത്. അപ്പം പുസ്തകത്തിൽ അങ്ങനെ ഒരു കാലം പറയുന്നില്ല. കാരണം ഏക്ക് കാലം അറിയാത്തത് കൊണ്ട് തന്നെയാണ്. എത്ര വർഷം കഴിഞ്ഞു എന്ന് അറിയുന്നില്ലല്ലോ. പിന്നെ നമ്മൾ അറിയുന്നതെന്ന് വെച്ചാൽ ഇയാളുടെ
ഈ അപ്പിയറൻസിലാണ് നമ്മളറിയുന്നത്. ഈ അപ്പിയറൻസും പുസ്തകത്തിൽ പറയുന്നില്ലല്ലോ. ഈ രീതിയിലാണ് വരുന്നതെന്നുള്ളത് പുസ്തകത്തിൽ കൂടെ നമുക്ക് അങ്ങനെ മനസ്സിലാകാൻ ഇല്ല. പറ്റുന്നില്ല. അപ്പം അത് രീതിയിൽ നമ്മൾ ഇതെടുത്തിട്ട് പിന്നെ നറേഷൻ എന്ന് പറയുന്നത്, ഇതിപ്പോൾ പുസ്തകത്തിൻ്റെ ഒരു നറേഷനിൽ കൂടെ അല്ലല്ലോ നമ്മൾ കഥ പറയുന്നത്. അപ്പം അങ്ങനെ ഇതിനെ ഒരു നമ്മുടെ ഒരു ടൂളാക്കി വെച്ചിട്ട് ഇതിൽ നിന്ന് ഏതൊക്കെ വരാം എന്നുള്ളതൊക്കെ മനസ്സിലാലോചിച്ചു. പക്ഷേ ഞാൻ അങ്ങനെ പിക്ക് ചെയ്യുന്ന രീതിയിലല്ല, പിന്നെ ഞാനങ്ങ് എഴുതുമായിരുന്നു. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ ഒരു സ്വാഭാവികമായ ഒരു എഴുത്ത് വരില്ലല്ലോ. സ്വാഭാവികമായിട്ട് ഒരു എഴുത്ത് വരുമ്പോഴാണ് നമുക്ക് പുതിയ എലമെൻറ്റ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ഈ പുസ്തകത്തിലെ ഒരു സ്പിരിച്വാലിറ്റി എന്നുള്ളതൊരു വലിയ ലെയറായി തോന്നിയിട്ടുണ്ട്. അയാളുടെ ഒരു ഫെയ്ത്ത് ഇടയ്ക്ക് അത് മുറിഞ്ഞു പോകുന്നുണ്ട്, പക്ഷെ എന്നാൽ പോലും പിന്നെ അതിൽ മുറുകെ പിടിച്ച് കരകയറുക. സാറിനെ സംബന്ധിച്ച് ഈ സിനിമയിൽ അതെങ്ങനെയാണ്, അതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ് വിചാരിച്ചേ? അല്ല, ഇതിലും അത്തരത്തിൽ തന്നെ നമുക്ക് ആണ് നമ്മൾ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ താടി മുറിക്കുന്നൊരു ഘട്ടത്തിൽ നമ്മളെപ്പോഴും ചില ഘട്ടങ്ങൾ ഒരു വലിയൊരു വിശ്വാസത്തിൽ നിൽക്കുന്ന ആൾക്കാർക്കാണ് പരീക്ഷണങ്ങളിൽ കൂടെ പോകുമ്പോൾ സ്വയം തിരിച്ചറിയപ്പെടുമ്പോൾ. അപ്പം അയാളിൽ ഉണ്ടായ ബാഹ്യമായ മാറ്റത്തിനെക്കുറിച്ച് അയാൾ ആദ്യമായിട്ട് കാണുമ്പോഴാണ് ഞാൻ ഇത്രയും വലിയ ഗതികേടിലാണല്ലോ എന്നൊക്കെ ഓർമ്മയെത്തുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ അയാളെ സ്വയം കണ്ടെത്തുന്ന ഒരവസ്ഥയുണ്ടല്ലോ ഒരു കണ്ണാടിക്കുള്ളിൽ. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്നറിയുന്നത്. അപ്പോൾ അതുവരെ അയക്കറിയാമല്ലോ, താടി വളരുന്നൊക്കെ അറിയാമെങ്കിൽ പോലും ഇത്രയും പ്രാകൃതനാണല്ലോ എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തകർച്ചയുണ്ടല്ലോ. ആ തകർച്ചയിൽ അന്നേരം അള്ളാഹുവിനെ എന്തിനാണ് വിളിക്കുന്നത്? അള്ളാഹു ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ നമ്മളെപ്പോഴും ചോദിക്കാറുള്ളതാണ്, എന്തിനാ ഈശ്വരനെ വിളിക്കുന്നത്? ഈശ്വരനെ അറിഞ്ഞുകൊണ്ടല്ലേ ഇത് ചെയ്യുന്നതെന്ന് പറയും. അതൊരു സാധാരണ മനുഷ്യൻ്റെ ഒരു തകർച്ചയുടെ ഘട്ടത്തിൽ, പരീക്ഷണങ്ങളുടെ ഘട്ടത്തിൽ സ്ഥിരമായി പറയാറുള്ള ഒരു കാര്യം തന്നെ. അത് അയാൾക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ എനിക്കെങ്കിലും ഇന്നിട്ട് ഈ ഗതി വന്നല്ലോ. അപ്പം വീണ്ടും അടുത്ത ദിവസം ഉണ്ടാകാനുള്ളൊരു കാരണം പറയുന്നത് ഈ വിശ്വാസം തന്നെയാണ്. അപ്പം നമുക്ക് ഈ ഹോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും എന്തിനെക്കുറിച്ചെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടാകുന്നത് ഈ വിശ്വാസത്തിൽ തന്നെയാണ്. അല്ലെങ്കിൽ നമുക്കൊരു സയൻസ് അല്ലല്ലോ നാളെ നമ്മൾ ജീവിച്ചിരിക്കും എന്നുള്ളത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ഓരോ ദിവസവും ഉണരുന്നതിനെക്കുറിച്ചും ഉറങ്ങുന്നതൊരു മരണം പോലെ സംഭവിച്ചിട്ട് പുതിയൊരു പ്രഭാതത്തിലേക്ക് ഉണരുന്നു എന്ന് പറയുന്ന പ്രതീക്ഷയാണ്. അത് ഓരോരുത്തർക്കും പലതരത്തിലുള്ള വിശ്വാസങ്ങളിൽ കൂടെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം എൻഡിലേക്ക് വരുമ്പം അതിൻ്റെ ഒരു ഇയാളുടെ നിന്ന് രക്ഷപ്പെട്ട് ജയിലിലേക്ക് പോകുന്ന ഒരു ആ സീക്വൻസിലേക്ക് വരുമ്പം അവിടെ അത് പിന്നെ ഷൂട്ട് ചെയ്താണോ, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂറ്റി അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ? അപ്പോൾ അയാളുടെ ഒരു രൂപത്തിലും ഭാവത്തിലും കുറച്ച് മാറ്റം തോന്നുന്നുണ്ട്, കുറച്ച് വണ്ണം വെച്ചോ അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നുണ്ട്. അതെന്താ? അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടൈം ലാപ്സ് ഉണ്ടല്ലോ. ഈ പറഞ്ഞിട്ടോ ജയിലിൽ ഒരു 3 മാസക്കാലമാണ് അയാൾ കഴിഞ്ഞിരുന്നത്. അപ്പോൾ ഈ ജയിലിലും നമ്മൾ കുറച്ചധികം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഷൂട്ട് ചെയ്തിട്ടുമുണ്ട് അയാളുടെ ആദ്യത്തെ ഒരു ഇതൊക്കെ. പക്ഷെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിട്ട് അതെല്ലാം വരുമ്പോഴത്തേക്ക് ഒരു 3.5 മണിക്കൂറിനോളം ആദ്യത്തെ ഒരു എഡിറ്റിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് ഒഴിവാക്കിയിട്ടുള്ളതാണ്. ജയിലിൽ ആവശ്യമായിട്ടുള്ളത് മാത്രം നമ്മൾ ചെയ്ത്. അതിന് ഒരു ടൈം ലാപ്സ് എന്ന് പറയുന്ന ആവശ്യമായിട്ടുണ്ടല്ലോ. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിക്കായുടെ അടുത്ത് തന്നെ ഇയാളുടെ മുറിവുകൾ ഉണങ്ങാനായിട്ടും ഒക്കെയുള്ള ഒരു സമയം ആവശ്യമായിട്ട് വരുന്നുണ്ട്. പിന്നീട് ഇയാൾ സറണ്ടർ ചെയ്യുന്നതിനുള്ള സമയം ആവശ്യമായിട്ടുണ്ട്. പിന്നെ സറണ്ടർ ചെയ്തിട്ട് ജയിലിൽ കഴിയുന്ന കാലഘട്ടമുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതെ. ഇപ്പം ഇതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ ഇപ്പോൾ സാർ ആദ്യം സൂചിപ്പിച്ച പോലെ, ഇപ്പം നജീബിന് ഒരുപാട് ഇങ്ങനെ ഇപ്പോൾ പുസ്തകം ഇറങ്ങിയപ്പോഴും ഇങ്ങനെയൊക്കെ നജീബ് ചെയ്തോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു, സിനിമ ഇറങ്ങുമ്പോഴും. അപ്പോൾ അതിങ്ങനെ ഒഴിവാക്കണമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അത് ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടോ സാറിനെ? അത് എനിക്ക് തീരെ മനസ്സിലാകാത്തൊരു കാര്യം, ഞാൻ ഇപ്പം നടക്കുന്ന വിവാദങ്ങളെക്കുറിച്ച് ഞാൻ അധികം എനിക്കത് ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. കാരണം അതൊരു സംസാരിക്കാൻ വേണ്ടി മാത്രം സംസാരിക്കുന്നത് വെച്ചാൽ കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഇല്ലാത്ത കാര്യം ഇപ്പം വീണ്ടും പറയേണ്ട കാര്യമില്ല. അത് അബദ്ധത്തിൽ ബെന്യാമിൻ പറഞ്ഞ ചില വാക്കുകളെ പിടിച്ചിട്ടായിരിക്കാം. ഇത് പക്ഷെങ്കിൽ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റിൽ ഇതില്ലായിരുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇങ്ങനൊരു സീൻ വേണമെന്നുള്ളത് നമ്മളുടെ ഒരു ടീമിൽ ഒരു ശക്തമായ ഡിബേറ്റ് നടന്നിരുന്നു എന്നുള്ളത് സത്യമാണ്. അത് വേണമെന്ന് പറയുന്നവരായിരുന്നു എല്ലാവരും, ഒരുതപ്പെട്ടവരൊക്കെ. പക്ഷെങ്കിൽ ഞാൻ
വളരെ തുടക്കം മുതൽ തന്നെ ഉം. അത് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത്. അത് 2 കാര്യത്തിലാണ്. എന്ന് വെച്ചാൽ അയാളുടെ പുരുഷത്വം ഒരു ഗുഹയിലേക്ക് കയറിയെന്ന് മാത്രം ബെന്യാമിൻ എഴുതിയുള്ളൂ. ഉം, ഉം, പക്ഷെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കി. ഉം, ഒരു വിഷ്വലി അങ്ങനെ എഴുതി കാണിക്കാൻ പറ്റത്തില്ല. ഉം, അപ്പോൾ പക്ഷേ അതിന് നമുക്ക് വേണമെങ്കിൽ ഷോട്ടുകളൊക്കെ നമുക്ക് അതിനെ പ്ലാൻ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഹൈഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉം, പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ചെയ്യാമെന്ന് വിചാരിക്കാം. ഉം, പക്ഷെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ അതല്ല. ഇത് കഴിഞ്ഞാൽ അടുത്ത സീൻ എന്താ? ഉം, ഉം. അടുത്ത സീനിനെ കുറിച്ച് പുസ്തകത്തിൽ പറയുന്നില്ല. അതാണ് ഇല്ല. പുസ്തകത്തിൽ കണ്ടിന്യൂറ്റി ഉണ്ടാകുന്നില്ല. ഉം, ഉം, ഇപ്പം ഇങ്ങനെ ഒരു ആടുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, അതും അയാൾ സ്ഥിരമായി ചെയ്യുന്നതല്ല, ഉം. ആ ഒരു പ്രത്യേക ഘട്ടത്തിൽ മൊമെന്റിൽ. ഉണ്ടായ മൊമെൻറ്റിൽ സംഭവിച്ചു പോയ ഉം, നെക്സ്റ്റ് എന്തായിരിക്കും? ഉം. പിന്നെ നമ്മൾ നജീബിന്റെ കൂടെയും നിൽക്കില്ലല്ലോ. നമ്മൾ നജീബിൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് മാത്രമല്ല, അയാൾക്കൊരു ഞാൻ അതുവരെ അയാളെ കൊണ്ടുവന്നിരിക്കുന്ന അയാളുടെ സൈന്യവുമായിട്ടും ഉമ്മയുമായിട്ടും അയാളുടെ ഓർമ്മകളിലൊക്കെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ഉം, ഇപ്പോൾ സെക്കൻഡ് ഹാഫ് വരുമ്പോൾ അത് നമ്മൾ കാണിക്കുന്നില്ലെങ്കിൽ പോലും ഉം, അത് പോട്ടെ. ഉം. എന്നാലും ഈയൊക്കെ ഉണ്ടാകുന്ന ഒരു അതിന് വലിയ കുറ്റബോധം ഉണ്ടാകാൻ വിദ്യാഭ്യാസം വേണ്ട, അതെ 5ാം അതെ ക്ലാസ് അതെ. മതി. പിന്നെ അപ്പം ഈയൊക്കെ ഉണ്ടാകുന്ന അയാൾ ചെയ്തത് അയാളുടെ ഒരു ശരിതെറ്റിൽ കൂടെയാണ് അയാൾ വന്നിരിക്കുന്നത്. ഉം, പ്രത്യേകിച്ച് ഒരു അത്തരത്തിൽ ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് അയാൾ വന്നിരിക്കുന്നത്. ഉം, ഉം, അയാളുടെ മതം പഠിപ്പിക്കുന്നത് അതാണ്. ഉം. അങ്ങനെ ഇരിക്കുന്ന ഒരിടത്തു നിന്ന് അയാൾ അത്തരം ഒരു പ്രക്രിയയിലേക്ക്, പ്രകൃതി വിരുദ്ധമായ ഒരു കാര്യത്തിലേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉം, അയാൾക്കുണ്ടാകുന്ന വലിയൊരു ട്രോമയുണ്ട്. ഉം, ഉം, അത് ചിലപ്പോൾ അയാൾ ഭ്രാന്തനാവാം, ഉം, അല്ലെങ്കിൽ അയാൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാം. ഇങ്ങനെയൊക്കെ പിന്നീട് ഉണ്ടാകുന്ന എന്താണേലും നെക്സ്റ്റ് ഡേ അയാളെക്കുറിച്ച് വർക്ക് ചെയ്യുന്നത് എങ്ങനെ ഞാൻ വർക്ക് ചെയ്യും? യെസ്, ശരിയാണ്. അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടുള്ള സീനിൻ്റെ തുടർച്ചയായിട്ട് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? എൻ്റെ ആർഗ്യുമെൻ്റ് അത് തന്നെ. അങ്ങനെ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നീടുള്ള ആടുജീവിതം വേറെ ആയിരിക്കും, അതെ അതെ, ഈ പുസ്തകമേ ആയിരിക്കത്തില്ല. ആയിരിക്കില്ല. അപ്പം അതിൻ്റെ ഒരു ആ ഒരു ക്ലാരിറ്റി സാറിന് ആദ്യമേ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇത് ആര് സൃഷ്ടിച്ച കഥാപാത്രമാണെങ്കിലും ഒരു സ്ക്രീൻ പ്ലേ ചെയ്തിട്ട് ഇത് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് എഴുതുമ്പോൾ ഈ ആൾ എന്നിൽ കൂടെ സഞ്ചരിക്കുന്നതുകൊണ്ടാണല്ലോ. അപ്പം ഈ ആൾക്ക് ഇന്നതേ പറയാൻ പറ്റത്തുള്ളൂ. ചില ഘട്ടത്തിൽ ഞങ്ങൾ ഖാദിരിയും നജീബും കൂടെ ഒയാസിസിൽ നിന്ന് കഴിഞ്ഞ് ബിസ്ക്കറ്റ് കവർ കണ്ടു. കഴിഞ്ഞ് ഓടുമ്പോഴത്തേക്ക് റോഡ് ഇത് സാധനമൊക്കെ വേറെ സ്ക്രിപ്റ്റിൽ വേറെ ഇച്ചിലൂടെ വിശാലമായിട്ടൊക്കെ എഴുതിയിരുന്നത്. പക്ഷേ അവിടുത്തെ പ്രാക്ടിക്കൽ പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ആ റോഡ് എത്തി. ഈ റോഡിൻ്റെ ടയർ മാർക്ക് കണ്ടു. ഓടിച്ചെന്ന് കഴിയുമ്പം മാർക്ക് നഷ്ടപ്പെട്ടു വന്നു. നീ എന്ത് ചെയ്യുമെന്ന് വേണമെങ്കിൽ ചോദിക്കുക. അവിടെ പല ഡയലോഗ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന ഒരു 1-2 സീക്വൻസുകളുണ്ട്. പക്ഷെ നമ്മളിത് വർക്ക് ചെയ്ത് നമ്മൾ ഇതേ ചൂടും വെയിലും ഇതും എല്ലാം കഴിഞ്ഞല്ലേ വരുന്നത്. അപ്പം നമുക്ക് തന്നെ മനസ്സിലായി നമുക്കിനി സംസാരിക്കാനായിട്ടില്ല. നിരാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചോദിക്കാനില്ല. ഒന്നാ ഒരു 2 ഭാഷയുടെ ഒരു ഇത്. അതല്ലാതെ പോലും ചില സമയത്ത് നമുക്ക് പരസ്പരം നോക്കാനായിട്ട് കഴിയുന്നില്ല. നമ്മുടെ ഒരു ഐ കോണ്ടാക്റ്റിൻ്റെ ആവശ്യമില്ല. ഇതെല്ലാം പ്രതീക്ഷ കൊണ്ടാണല്ലോ, അല്ലേ? ഞാനിപ്പം നിങ്ങളെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ എത്രത്തോളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ്. എനിക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമില്ലെങ്കിൽ ഞാനിതിനെ നിങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നത് എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയുടെ ഏറ്റവും മോശമായ ഒരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ എഴുതി വച്ചിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റിന് വാല്യൂ ഇല്ലാതായി പോവുക. പിന്നെന്ത് ചെയ്യും? ഇത്തരം ഒരു ഘട്ടത്തിലാണ് ഞാൻ സന മൂസയുടെ ബദുവേ എന്ന് പറയുന്ന മ്യൂസിക് അവിടെ ഉപയോഗിക്കുന്നത്. ഇതെൻ്റെ കയ്യിൽ ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് തന്നപ്പോഴും ഇത് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ അടുത്ത ദിവസങ്ങൾ പോലും ഇത് സിനിമയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് അവിടെ പെട്ടെന്ന് ഇങ്ങനെ അവിടുത്തെ ഒരു മ്യൂസിക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? 2 പേരും പരസ്പരം മിണ്ടാനില്ലാതെ മുന്നോട്ട് പോകാൻ വഴികളില്ലാതെ അവർക്കിടയിലെ ഒരു കൺഫ്യൂഷനെ ഇങ്ങനെ പറയുന്നു. എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ഈ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് പോലെ എനിക്കൊരു നേരത്തെ റഹ്മാൻ സാർ ഇത് ലണ്ടനിൽ റെക്കോർഡ് ചെയ്താണ്. ഇതിൻ്റെ ഒരു സാധ്യത എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നതാണ്. പിന്നീട് അങ്ങനെ ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ പൊതുവെ ഇപ്പോൾ എല്ലാവരും പറയാറുണ്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി എത്ര എഫേർട്ട് ഇടാം എന്നതിൻ്റെ എക്സാമ്പിളാണ് സാറെന്ന്. സാറിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വർഷത്തെ പ്രയത്നത്തിനൊടുവിൽ ഇങ്ങനൊരു വലിയ സിനിമ വന്നു, അത് വർക്കായി, ഇതിൽ നിന്നൊക്കെയുള്ളൊരു ടേക്ക് അവേ എന്തായിരിക്കും? സാറിനെ പഠിച്ചൊരു പാഠം എന്തായിരിക്കും?
അല്ല, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത് ആദ്യത്തെ അനുഭവമൊന്നുമല്ലല്ലോ. കാരണം 18 വർഷക്കാലം ഞാൻ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പലരോടൊപ്പം ജോലി ചെയ്തിട്ടാണ് എനിക്ക് ആദ്യമായിട്ടൊരു സിനിമ ചെയ്യാൻ പറ്റിയത്. ആ സിനിമ ചെയ്തതോടുകൂടി തന്നെ ഞാനൊരു സ്ക്രിപ്റ്റ് റൈറ്ററായി, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വ്യത്യസ്തമായ ഒരു സിനിമ ചെയ്തു എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഭവമാണ്, അല്ലേ? ഒരു സാധാരണക്കാരനായ ഒരാൾക്ക് എത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ ആഗ്രഹിച്ചതുപോലെ കുഞ്ഞുനാളിലെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ ആഗ്രഹിച്ചത് തന്നെ ആവുക എന്ന് പറയുന്നതിൽ കൂടുതൽ എന്താണ് ബ്ലെസ്സിങ്സ്? അതെ. സാർ ഭയങ്കര വിശ്വാസിയാണല്ലോ. ഇപ്പം തീർച്ചയായിട്ടും. സംസാരിക്കുമ്പോൾ എനിക്ക് സാർ ഭയങ്കര വിശ്വാസിയായിരുന്നു. അത് സിനിമയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുന്നത് ഞാൻ ആലോചിക്കുന്നത്. അത് നാച്ചുറലി സംഭവിക്കുന്നതാണല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിശ്വാസത്തിൻ്റെ ഒരു എന്ന് വെച്ചാൽ വിശ്വാസം എന്താണ്? എവിടെയെങ്കിലും ഒരു ഈശ്വരൻ ഇരിക്കുന്നതായിട്ടല്ല വിശ്വാസം. ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുന്നിടത്ത് അതിനൊരു സൗന്ദര്യം ഉണ്ടാവുക, അതിനൊരു നന്മയുണ്ടാവുക, അതിന് കുറച്ച് ഒരു വേവ് ലെങ്ത് ഉണ്ടാവുക, ഇതൊക്കെ പറയുന്നത് ചില അടിസ്ഥാനപരമായ ചില സമൂഹത്തിൽ അത് ബൈബിളിലൊരു വാക്യമുണ്ട്, 2 or 3 പേർ ചേർന്നെടുത്ത് ഈശ്വരനുണ്ടെന്നാണ് പറയുന്നത്. കാരണം അതില്ലെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ വഴക്കുണ്ടാക്കും എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരാൾക്കൊരു നന്മ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഈശ്വരനുണ്ടാവണം അവർക്കിടെ. അതുകൊണ്ടാണ് കാതരി അയാളുടെ ജാക്കറ്റ് കീറി ഷൂ ആക്കുന്നതും, പിന്നീട് അയാളുടെ ഷൂ ഊരി അയാളെ കൊണ്ട് കൊടുക്കുകയും അയാൾ നഗ്നപാതനായി നടക്കുകയും മറ്റൊരാൾക്ക് വേണ്ടി ഇല്ലാതാവുക എന്ന് പറയുന്നത്. 2 പേര് ചേർന്നിടത്ത് ഒരാളേ ഉള്ളൂ, ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞത് കസാന്തിസാക്കിസ. ഭയങ്കര അത് നല്ല രസമാണ് ഇത് കേൾക്കാൻ. അതാണ് ഇതിൽ നിന്ന് എൻ്റെ ടേക്ക് അവേ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.